സഹൃദയരെ, കലാസ്നേഹികളെ, തിരശീല ഉയരുകയാണ്. വികാരങ്ങളുടെയും ഓർമ്മകളുടെയും പെരുമഴക്കാലത്തിലേക്ക് എത്തുവാൻ ഇനി നിമിഷങ്ങൾ മാത്രം. പോട്ടാഡൗൺ രംഗവേദി അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു ജാലകച്ചില്ലിൽ ഓർമ്മകൾ പെയ്യുന്നു, ഈ മഴ തോരുകില്ല, ഈ മഴ തോരുകില്ല. ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. വനിതകളുടെയും പെൺകുട്ടികളുടെയും അവകാശവും നീതിയും ഉറപ്പാക്കാൻ ആഹ്വാനം ചെയ്ത് ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. കർത്താവേ, എന്റെ മേലാകെ പൊള്ളുന്നല്ലോ. ഇതെന്താ, തീമഴ പെയ്യുവാനോ? എന്റെ ദേഹത്ത് കല്ലുകൾ വീഴുവാനോ? ലോകാവസാനത്തിന്റെ തീമഴയും കല്ലുമഴയും തുടങ്ങിയോ ദൈവമേ? ക്ഷണിക്കാനാവുന്നില്ലല്ലോ. എനിക്ക് കേൾക്കാം ദൈവം തമ്പുരാന്റെ കാലടി ശബ്ദം. അന്തിമ വിധിക്കായി വരിക. അയ്യോ, സോഫി മോളെ, തൊമ്മിക്കുഞ്ഞ്, എടി ത്രേസ്യാക്കുട്ടി, ആരുമില്ലയോ ഇവിടെ? ആരുമില്ലയോ? വല്യപ്പച്ചാ, വല്യപ്പച്ചാ, ആരുമില്ലായോ? ആരുമില്ലായോ? അന്തിമ വിധിയുടെ നേരത്ത് ആരുമില്ലായോ? വല്യപ്പച്ചാ, വല്യപ്പച്ചാ, കണ്ണടച്ച് വിച്ചും പെയ്യും പറയാതെ ഒന്ന് എഴുന്നേറ്റ് വല്യപ്പച്ചാ. എന്താ എന്താ സോഫി മോളെ, എന്തായിരുന്നു ആ വലിയ ശബ്ദം? ഭൂമി കുലുങ്ങിയ പോലെ, തീമഴ പെയ്യുന്ന പോലെ. ഒടേ തമ്പുരാൻ അന്തിമയ്ക്ക് വന്നതായിരുന്നു അല്ലയോ? മെതിയുടെ ശബ്ദം മോള് കേട്ടില്ലായിരുന്നോ? വല്യപ്പച്ചൻ ഏതാണ്ട് സ്വപ്നം കണ്ട് പേടിച്ചതാ. അല്ലേലും വല്യപ്പച്ചന് മനോവിഷമം ഉണ്ടാവുമ്പോൾ ഇത് പതിവല്ലയോ? കരച്ചിലും ചിരിയും, പിന്നെ ഏതാണ്ട് ലോകത്ത് പോയ പോലൊരു വർത്തമാനവും. അത് പിന്നെ കണ്ണ് കാണാൻ മേലാതായപ്പോ ഈ കിളവന്റെ മനസ്സിന്റെ കട്ടിയും കുറഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. എന്തായാലും എന്റെ കർത്താവേ, ഇതുപോലൊരു പേക്കിനാവ് ഈ വല്യപ്പച്ചൻ ആദ്യമായിട്ട് കാണുക. എന്തോ ഒരു വലിയ ആപത്ത് വരാനിരിക്കുന്നത് പോലെ. വല്യപ്പച്ചാ, ആ എന്താ സോഫി മോളെ? കിനാവിന്റെ ഇടയില് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് വല്യപ്പച്ചൻ മറന്നുപോയോ? മറന്നു പോകാനോ? എന്താ മോളി പറയണേ? എന്റെ പുന്നാര മോളുടെ കല്യാണം അല്ലയോ എന്ന് ഞാൻ മറക്കുവോ? വെളുപ്പിനെ എണീറ്റതാ, ദേ കുപ്പായവും മാറി, പിന്നെ എപ്പോഴും ഒന്ന് മയങ്ങിപ്പോയി. അതിനിടയില ഈ കണ്ണുപൊട്ടന് പുടക തമ്പുരാൻ ഓരോ പേക്കിനാവുകൾ കാണിച്ചു തരുന്നത്. വല്യപ്പച്ചാ, മോക്കിത് എന്നാ പറ്റി? വല്യപ്പച്ചൻ പ്രഷറിനും പ്രമേഹത്തിനുമുള്ള മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. എടുത്തു തരാൻ ഇനി ഞാനുണ്ടാവില്ലല്ലോ ഇവിടെ. എന്തിനാ മോളെ ഞാനിനി മരുന്ന് കഴിക്കുന്നേ? ഇതിപ്പോ ആർക്കും വേണ്ടാത്ത പാഴ്ത്തടിയല്ലയോ? അതിങ്ങനെ ചെതലരിച്ചും പുഴുതെന്നും മണ്ണായി പോട്ടെ. ഇനിയിപ്പോ ഒന്നേ ഉള്ള ആശ, ചോര നീരാക്കി പണിയെടുത്ത ഈ മണ്ണിൽ അലിഞ്ഞു ചേരണം. അത് മാത്രമേ ഉള്ളൂ ആശ. അങ്ങനെയൊന്നും പറയല്ലേ വല്യപ്പച്ച. ആ, എടുത്തു കഴിക്കാൻ ഞാനൊരു എളുപ്പവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. വല്യപ്പച്ചനൊന്ന് എണീറ്റോട്ടെ.
ദാ ഈ വടി കൈ പിടിച്ചേ. ഇങ്ങനെയല്ല, പതുക്കെ പതുക്കെ വേണം എഴുന്നേക്കാൻ, ഇല്ലെങ്കിലേ തല ഇറങ്ങും. ഇതൊന്നും വേണ്ട മോളെ, എന്നെ കൊണ്ട് ഇതിനൊന്നും ആവൂല. അത് പറ്റുകയില്ല. ദാ വല്യപ്പച്ചൻ എൻ്റെ കൈ പിടിക്കേ. ആ ഇങ്ങനെ ഇങ്ങനെ 3 ചുവട് വെച്ച് വലത്തോട്ട് നടന്നേ. ആ ഇനി കൈ നീട്ടിയ മേശപ്പുറമായി. ഒന്ന് തപ്പി നോക്കിയേ, ഒരു ചെറിയ ചതുര പ്ലാസ്റ്റിക് പെട്ടി കൈ കിട്ടിയില്ലേ? ആ അതിലാ പ്രമേഹത്തിന്റെ ഗുളിക. തൊട്ടടുത്തുള്ള റൗണ്ട് പാത്രത്തില് പ്രഷറിന്റെ ഗുളിക. അടുത്ത് തന്നെ വെള്ളത്തിന്റെ കുപ്പി ഇരിപ്പുണ്ട്. ആ തിരിച്ച് ദാ ഇങ്ങനെ 3 ചുവട് വെച്ച് നടന്ന കട്ടിലായി. സോഫി മോളെ, എന്നതാ വല്യപ്പച്ച? നാളെ മുതൽ എന്റെ മോളോടൊന്ന് മിണ്ടണമെന്ന് തോന്നുമ്പോ ഈ വല്യപ്പച്ചന് എത്ര ചുവട് വെക്കണം മോളെ? എന്താ വല്യപ്പച്ച ഇങ്ങനെയൊക്കെ? ഞാനിവിടെ ഒറ്റയ്ക്കാകാൻ പോവല്ലയോ ഈ വലിയ വീട്ടില്? മോളല്ലാതെ ആരാ ഈ വല്യപ്പച്ചനോടൊന്ന് മിണ്ടാൻ? കരയാതെ വല്യപ്പച്ച. വല്യപ്പച്ചൻ കരഞ്ഞ സോഫിമോക്ക് അത് താങ്ങാനാവില്ല. കരയാതെ വല്യപ്പച്ച. ഇല്ല, ഈ വല്യപ്പച്ചൻ കരയണില്ല. മോള് നോക്കിക്കേ, ഇപ്പം ഈ വല്യപ്പച്ചൻ കരയുന്നുണ്ടോ? ഞാനിപ്പോ സങ്കടപ്പെടുന്നുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ച എന്റെ മോള് സത്യം പറയുമോ? അതെന്താ വല്യപ്പച്ച? വല്യപ്പച്ചനോട് ഞാൻ കള്ളം പറയൂ? മോഹിച്ചത് നടക്കാഞ്ഞിട്ടാണോ മോളി കല്യാണത്തിന് ഇറങ്ങുന്നത്? സന്തോഷമാണോ എന്റെ മോക്ക്? സത്യമായിട്ട് ഇപ്പൊ സങ്കടമൊന്നും ഇല്ലല്ലോ അല്ലേ? അമേരിക്കയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറുടെ ഭാര്യയാകാൻ പോവാണല്ലോ ഞാൻ. ഇതോ അപ്പുറത്തെ കുടുംബക്കാരൊക്കെ പറയണേ എല്ലാം എൻ്റെ ഭാഗ്യമാണെന്ന്. അതും പറഞ്ഞ് അവരവിടെ സന്തോഷിക്കുന്നു. അപ്പോ ഞാൻ സങ്കടപ്പെടുവോ? സങ്കടപ്പെടാൻ പാടുണ്ടോ വല്യപ്പച്ച? അപ്പോ മോളുടെ മനസ്സിലെ ഇഷ്ടം അപ്പം പറഞ്ഞത് വല്യപ്പച്ചൻ കേട്ടതല്ലയോ? വളർത്തുന്നവരുടെ ഇഷ്ടം അനുസരിച്ചാ പെണ്ണിന്റെ ജീവിതം. മണ്ണിനും പെണ്ണിനും ഓരോ വിധിയാ. വളർത്തിയ അപ്പൻ്റെയും അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് താലി കെട്ടാനായി തല കുനിച്ച് നിൽക്കുമ്പോൾ തറവാട്ടി പറന്ന പെണ്ണുങ്ങൾക്ക് അറിയാൻ പാടുണ്ടോ വല്യപ്പച്ച? പിന്നെ എൻ്റെ മോഹങ്ങൾ അത് കാലം മാറ്റുള്ളൂ. എന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. എന്റെ കണ്ണുണ്ടായിരുന്നെങ്കിൽ എന്റെ സോഫി മോളുടെ ഇഷ്ടം ഈ വല്യപ്പച്ചൻ നടത്തി തരുമായിരുന്നു. ഇപ്പോഴേ കണ്ണുപൊട്ടന്റെ വാക്കിന് എന്താ വില? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വല്യപ്പച്ച. ഇനിയിപ്പോ എന്റെ സോഫി മോൾക്ക് വേണ്ടി അതല്ലേ ഈ വല്യപ്പച്ചന് ചെയ്യാൻ പറ്റൂ? മോളിങ്ങി അടുത്ത് വാ, ഞാൻ മോളെ അനുഗ്രഹിക്കാം. ഇതെന്നാ കളിയാ? നീ ഇവിടെ ഇരുന്ന് സൊള്ളുവാണോ? തിരക്കാത്ത ഒരിടമല്ലേ ഈ വീട്ടില്? കല്യാണ പെണ്ണാണെന്ന ബോധം വേണം നിനക്ക്. ആശം പിടിച്ചവള്. എന്നതാ വല്യപ്പച്ചനും പേരക്കുട്ടിയും കൂടി ഒരു കുസൂസുപ്പ്? പുതിയ ഏതെങ്കിലും ഏടാകൂടെ ഒപ്പിക്കാനായിരിക്കും. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഓ പിന്നെ അതിനൊക്കെ നേരവും കാലവും നോക്കണ്ടായോ? ഫോട്ടോ പിടിക്കാനും വീഡിയോ പിടിക്കാനും അവന്മാര് വരുമ്പം പോരായോ അനുഗ്രഹം ഒക്കെ? ഒന്നുമില്ലേ, സകലമാന പേരും പുറത്ത് കാത്തിരിക്കുവാന്ന ബോധം അപ്പനില്ലാണ്ടായി പോയല്ലോ. ഇതെന്നാ പെണ്ണിറങ്ങണില്ലായോ? മെഴുതിരും കത്തിച്ച് കാത്തു വെച്ചാൻ തുടങ്ങിയിട്ട് നേരം കുറേ. ഓ ഇറങ്ങുവാ. ഇടിയും നിന്നോടല്ലേ പറഞ്ഞത് കെട്ടിനിറങ്ങാൻ? നേരത്തെ പെണ്ണിനെ കൊണ്ട് ചെന്ന ചെക്കൻ അടുത്ത ഫ്ലൈറ്റ് അമേരിക്കയോട് തിരിച്ചു പോവേ. വരുവാ. അപ്പോ ഞാൻ ഈ വാതിലടയ്ക്കുക. അപ്പൻ ഇവിടെ കിടന്നാ മതി. വടിയും കുത്തിപ്പിടിച്ച് നടക്കാനൊന്നും നിൽക്കണ്ട. കല്യാണ വീടാ, അനർത്ഥം ഉണ്ടാക്കി വെക്കരുത്. ആ മോനെ തുമ്മിക്കുഞ്ഞെ, എന്താ അപ്പന് വേണ്ടേ? ഇടാ കല്യാണത്തിന് പള്ളിയിലോട്ട് ഞാനും വരട്ടെ മോനെ? നോക്കിക്കേ, ഞാൻ വെളുപ്പിന് കുപ്പായം മാറിയിരിക്കുക. അപ്പൻ എങ്ങും വരണ്ട, എങ്ങും വരാൻ പോണില്ല. കല്യാണത്തിരക്കിനിടയിൽ തപ്പിത്തടഞ്ഞെങ്ങാനും വീണാ പിന്നെ അത് മതി ചെലവിന്. ഞാൻ അവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നോളാം.
ശുശ്രൂഷ കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കേൾക്കാലോ. ഞാനിവിടെ ഒന്ന് വന്നോട്ടുള്ളത് കുഞ്ഞ്. വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലയോ? എല്ലാരും എന്റെ സോഫി മോളുടെ കല്യാണം കൂടുമ്പോ ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കണ്ടയോ? ഒറ്റയ്ക്കാവുമെന്ന ഭയപ്പാട് വേണ്ട. അപ്പന്റെ പഴയ പണിക്കാരനാ നാണുവിനെ ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിയിട്ടുണ്ട്. പെണ്ണും പിടക്കോഴി ഇല്ലാണ്ട് ഒറ്റത്തടിയായി കഴിയുമല്ലേ. അപ്പന് സഹായത്തിന് കൂടാൻ ഞാൻ പറഞ്ഞു. അവൻ സമ്മതിച്ചു. എന്നാലും ഇത് അപ്പനാണെന്ന് പറയാൻ നാണക്കേടാണെങ്കിൽ വല്ല വഴിപോക്കനോ ഭിക്ഷക്കാരനോ ആണെന്ന് പറഞ്ഞാൽ മതി. ആരും കാണാതെ ആ പള്ളിയുടെ മൂലയ്ക്ക് ഞാൻ ഇരുന്നോളാം മോനെ. എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകും. ഒരെന്നാലും ഇല്ല. കെട്ട് കഴിഞ്ഞ് നമ്മുടെ ഹാളിലെ സദ്യയും കഴിഞ്ഞ് മണവാളിനും മണവാട്ടി ഇങ്ങോട്ട് വരും. അപ്പം കണ്ടാ മതി. ഈ കണ്ണുപൊട്ടം കളി കളിക്കാൻ പള്ളിയിലോട്ട് അപ്പം വരണ്ട. അവിടെ മന്ത്രിമാരും പ്രമാണിമാരും ഒക്കെ വരുന്നതാ. അല്ല, ഇത് എന്നാ പണിയാ തൊമ്മിച്ചൻ കാണിക്കുന്നേ? പുറത്തെല്ലാരും തൊമ്മിച്ചനൊരാൾക്ക് വേണ്ടി കാത്തു കെട്ടി കിടക്കുക. ഇത് എന്നാ കളിയാ? അതിനെങ്ങനാ ഈ അപ്പന്റെ ഓരോ പിടിവാശികൾക്ക് ചെവി കൊടുക്കണ്ടേ? അല്ല, എനിക്കിത് കിട്ടണം. തരക്കാര് താമസിക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കാൻ പലരും പറഞ്ഞതാ. അതിന് നമ്മുടെ പുന്നാര മോള് സമ്മതിക്കണ്ടേ? എന്റെ തൊമ്മിച്ച സംസാരിച്ചിരിക്കാൻ നേരമില്ലെന്ന്. നീ കയറ് പൊട്ടിക്കാതടാ. ഞാനിതാ വരുവാ. പിന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. പക്ഷെ നല്ലൊരു മഴക്കോള് കാണുന്നുണ്ട്. മഴ പെയ്യുമാവൂ. ഇനിയിപ്പോ മഴ പെയ്താലും കുഴപ്പമില്ലെന്ന്. കെട്ട് നടക്കുമ്പോ മഴ വീണത് നല്ല ലക്ഷണമാണെന്നാ പറഞ്ഞേ. ആ തൊമ്മിച്ചൻ വാ, വേഗം വാ. അപ്പോ അപ്പന് ഞാൻ പറഞ്ഞതൊക്കെ തലയിൽ കയറിയിട്ടുണ്ടല്ലോ. ഞാൻ ആ നാണുവിനെ ഇങ്ങോട്ട് വിടാം. ഡാ ബെന്നി, ഇനിയും വൈകിക്കണ്ട. നീ വണ്ടി എടുത്തോ. ആരും പഠിക്കാത്ത പാഠമാണച്ഛൻ, ആരും ഗ്രഹിക്കാത്ത ഗ്രന്ഥമാണച്ഛൻ. പരിഭാഷയെല്ലാം ഒരുപോലിരിക്കുന്ന പാരിലെ പുസ്തകമെന്നുമച്ഛൻ. കരവും കടങ്ങളും ഒറ്റയ്ക്കടച്ചിട്ടും പറ്റുകുറിക്കാത്ത പുസ്തകമച്ഛൻ. വറ്റിനായി ഓടി നടന്നവസാനം അധികപ്പറ്റായി മാറും പുരാണമച്ഛൻ. വറ്റിനായി ഓടി നടന്നവസാനം അധികപ്പറ്റായി മാറും പുരാണമച്ഛൻ. കർത്താവേ, എന്റെ സോഫി മോക്ക് നല്ലത് വരുത്തണേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ. പള്ളിക്കകത്ത് എന്നാ ചൂട്. ഞാൻ പുറത്ത് ചാടി. പുറത്ത് ചാടിയിട്ട് എന്താ വിശേഷം? ഇവിടെയും ചൂട് തന്നെ. ഈ മലമൂട്ടിൽ എത്തിപ്പെടാൻ എന്നതാ പാട്. വളഞ്ഞു പുളഞ്ഞു കിടക്കുമല്ലയോ റോഡ്. ഓ, എന്നാ മലമൂടാ നോക്കി. ഒക്കെയും വെട്ടിവിളിപ്പിച്ച് നമ്മുടെ ചെങ്ങന്നൂർ പോലെ തന്നെ അല്ലായോ? എന്നതാ പെണ്ണിന്റെ അപ്പന് പണി? അതറിയത്തില്ലടോ. തൊമ്മിക്കുഞ്ഞ് ഇവിടുത്തെ പ്രമാണിയില്ലയോ? എസ്റ്റേറ്റും കൃഷിയും മലഞ്ചരക്ക് കച്ചവടവും അങ്ങനെ 100 കൂട്ടം പരിപാടികളാ. അപ്പനായിട്ട് കുടിയേറിയതാ. ഇപ്പം ഈ കാണുന്നതെല്ലാം ആ ഹാളടക്കം പുത്തൻ കാശാ. എന്നതായാലും എന്തുവാ, പൂത്ത കാശല്ലയോ? ഓ, ഇങ്ങനെ ആർക്കാ കാശുണ്ടാക്കാൻ മേലാത്തെ? ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഒന്നും നേരായ മാർഗത്തിലൂടെയല്ല. കാട്ടിലെ കള്ളത്തടി വിറ്റ ആദ്യം കാശുണ്ടാക്കിയത്. ഇപ്പോൾ ഉൾക്കാട്ടിൽ മറ്റേ കൃഷി ഉണ്ടെന്നാ കേട്ടത്. ഏത്? കഞ്ചാവ്. കുറ്റം പറയില്ലല്ലോ.
അപ്പം നല്ല പണിക്കാരനാ. പണ്ട് കുടിയേറിയതാ. പുള്ളി നേരായ മാർഗത്തിലൂടെയോ എല്ലാം ഉണ്ടാക്കിയത്. പക്ഷെ മോൻ അത്ര വൃത്തിയല്ലെന്നേ. ഇതാരാ കുഞ്ഞപ്പനോ? യാത്രയൊക്കെ സുഖമായിരുന്നോ? പിന്നല്ലാതെ ലക്ഷറി ബസ്സിലല്ലോ പോകുന്നത്. സുഖമായിട്ട് ചെരിഞ്ഞു കിടക്കാവുന്ന സീറ്റല്ലയോ ഉള്ളതാ, ഇന്ന് എത്തിയത് അറിഞ്ഞില്ല. അതുപോലെ ഒരെണ്ണം വാങ്ങാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ആയിട്ട് ഓട്ടിക്കാനാ? അപ്പൊ ബസ് സർവീസും തുടങ്ങുവാന്നോ? മണ്ണേല് മാത്രം പിടിച്ചു നിന്നാ ഇക്കാലത്ത് രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് പല പരിപാടികളാ. അപ്പനെ പോലെ ഉള്ള വണ്ണം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന കാര്യം നടക്കുവോ? ഉള്ളതാ. ഇത് അങ്ങോട്ട് നോക്കിയാട്ടെ. അപ്പം കാടും പിടിപ്പിച്ചോണ്ട് വെറുതെ ഇട്ടിരുന്ന മലയാ. പറഞ്ഞു വരുമ്പോ ആ മലയുടെ പേര് ചേർത്താ ഞങ്ങളുടെ കുടുംബം അറിയുന്നത്. കിളിമലയിൽ ഫാമിലി എന്ന്. ഇപ്പൊ മലയിൽ കാടൊന്നുമില്ല അല്ലയോ? കാടും കൊണ്ടിരുന്ന എന്നതാ ഗുണം. നല്ല കാശിന് ഞാൻ മരം ഒക്കെ വിറ്റു. അത് ബുദ്ധി. മലയുടെ റോഡ് ഫ്രണ്ടേജ് ഉള്ള 19 സെന്റ് മണ്ണ് മാന്തി എടുത്ത ഞാൻ ആ ഹാള് പണിതത്. കെട്ട് കഴിഞ്ഞ അവിടെ സദ്യ. പള്ളിയിലോട്ട് കയറി വരുമ്പോ ഹാള് കണ്ടായിരുന്നു. ഊക്കനൊരു ഹാൾ അല്ലയോ? ഇവിടെ 19 കിലോമീറ്റർ ചുറ്റളവിൽ ഇതുപോലൊരു ഹാളില്ല. ഇപ്പൊ തന്നെ നല്ല ബുക്കിംഗ് അല്ലയോ? വരണോരും പോണോരും ഹാളിന്റെ പേര് കാണും. എന്നതാ പേര്? എന്നതാ? കിളിമലയിൽ ഹാൾ. അങ്ങനെയല്ലയോ 10 ആൾക്കാർ വീട്ടുപേര് അറിയുന്നേ. എന്റെ അപ്പം കൊടുത്തതാ ഈ പള്ളി നിൽക്കണ സ്ഥലം. അത് ആർക്കറിയാം? നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോ അത് നാട്ടുകാര് കൂടി അറിഞ്ഞില്ലേ എന്നതാ ഒരു മെച്ചം അല്ലയോ? അപ്പറഞ്ഞ ശരിയാ. എന്റെ മോനെ ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കി. അവ അമേരിക്കയിലോട്ട് പോയി. അവനെ കണ്ടില്ലായിരുന്നോ? അവനാ സോഫിക്ക് ഈ കല്യാണം കൊണ്ടുവന്നതേ. ഒപ്പം പണിയെടുക്കുന്നോടാ മടവാളൻ. എന്നാ ഒക്കെ പറഞ്ഞാലും ഡോളറിലുള്ള കാശിന് ഒരു വിലയില്ലയോ? അപ്പനെ പള്ളിയിൽ കണ്ടില്ലല്ലോ ചായ. അപ്പന് തീരെ മേലാന്നേ. വരാൻ നിർബന്ധിച്ചതാ ഞാൻ. വരണില്ല എന്ന് പറഞ്ഞു. വയസ്സായ എന്റെ വാശിയും ഒരു ജാതി ഓർമ്മക്കേട്. നാണുവേ, നിനക്ക് എന്താടാ തോന്നുന്നേ? എനിക്ക് ഓർമ്മക്കേടുണ്ടോടാ? ഓ, എനിക്ക് പിന്നെയും കുറച്ച് മറവിയുണ്ട്. മാത്തുക്കുട്ടിച്ചായന്റെ ഓർമ്മയ്ക്ക് നല്ല തെളിച്ചായിപ്പോഴും. എന്റെ കയ്യാളായി ഒത്തിരി കൊല്ലം നിന്നതല്ലോടാ നീ. പിന്നെ എന്താടാ ഒരു ദിവസം നീ എന്നോടൊന്നും മിണ്ടാതെ ഈ മലയിറങ്ങിപ്പോയേ? അത് പിന്നെ എന്താടാ നിന്ന് വിൽക്കുന്നേ? അതെ, അച്ചായന്റെ സാറക്കുട്ടി കൊച്ചമ്മയുടെ മട്ടല്ലല്ലോ പിള്ളാരുടെ. കൊച്ചമ്മ മരിച്ചുപോയി. അച്ചായന് ദീനം വന്ന് കണ്ണ് കാണാൻ വയ്യണ്ടായി. പറയുമ്പം തൊമ്മിക്കുഞ്ഞിനെ ഞാൻ ഒക്കത്തെടുത്തുനിന്ന് ഒത്തിരി നടന്നിട്ടുള്ളതാ. എന്ന് വെച്ച് മുതലാളി തന്നെയല്ലോ. സമ്പ്രദായങ്ങൾ ചെയ്യലെന്ന് തോന്നിയപ്പോ ഞാനങ്ങ് നാട്ടിപ്പോയി. ഒത്തുപോവില്ലെന്ന് തോന്നുമ്പം നിനക്ക് പോകാം. നീ അന്യനല്ലയോ? എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. ഇനിയുള്ള പോക്ക് അങ്ങ് മണ്ണിലേക്കല്ലയോ? ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇല്ലയോ? പിന്നെ എന്നതാ അച്ചായനൊരു വിഷമം? ഒക്കെ വിഷമങ്ങളല്ലയോ നാണോ? എല്ലാ കനലുകളും ഈ നെഞ്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവരെ അറിയിക്കുന്നത്? സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ. ദുഃഖം ഒരിക്കലും പങ്കുവെക്കരുത്. അതിൻ്റെ തീയിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്നു വേകുന്നത് ഒരു സുഖവാ. നാണോ, നിനക്ക് നമ്മുടെ കിളിമല ഓർമ്മയില്ലയോ? പിന്നെ ഇല്ലാണ്ട്. ആ കിളിമലയിലെ ഉറവ, ആ ഉറവേന്നാണല്ലോ അന്നൊക്കെ ഇവിടെ ഉള്ളവർ വെള്ളം കുടിച്ചോണ്ടിരുന്നേ. മീനത്തിലും മേടത്തിലും തണലും കുളിരുമുള്ള മല. എന്തോരം കിളികളായിരുന്നു. ഇപ്പൊ കാണുമ്പം വെറും മുട്ടക്കുന്ന്. ഇങ്ങോട്ട് പോരുമ്പം ഞാൻ കണ്ടായിരുന്നു. തൊമ്മിക്കുഞ്ഞിന്റെ കല്യാണങ്ങളാണ് ആദ്യം കണ്ണിത്തറക്കണേ. നമ്മുടെ പഴയ കിളിമലയാണെന്ന് തോന്നണേയില്ല. നാളോ കണ്ടിട്ട്
നിനക്ക് വിഷമം തോന്നിയില്ലയോ? പിന്നെ വിഷമില്ലെന്നോ? ആ ചോലയിലെ വെള്ളം എത്ര കുടിച്ചതാ. പണി ചെയ്ത് തളർന്നപ്പോ ആ തണലേറ്റ് എത്ര ഉറങ്ങിയിട്ടുള്ളതാ. മേല് മുറിയുമ്പോഴും ദീനം വരുമ്പോഴും ഈ മലയിലെ പച്ചമരുന്ന് എത്ര സേവിച്ചതാ. കാണുമ്പോ ചങ്ക് തകർന്നു പോകും. ഒക്കെ എന്റെ മോൻ വെട്ടി വെളുപ്പിച്ചതാ. മലയോട് ചേർന്ന് കിടക്കുന്ന കാട് കയ്യേറി മരം വെട്ടാനും തുടങ്ങിയിരിക്കുന്നു അവൻ. കണ്ണിന് കാഴ്ചയും തടിക്ക് കേൾപ്പുമുണ്ടായിരുന്നേൽ തടയില്ലായിരുന്നോ ഞാൻ? എന്തിനാണാണുമേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്കറിയത്തില്ല ചായ. ആ പണമല്ലയോ വലുത്. ആ പണത്തിനോട് മനുഷ്യന് ആർത്തി കൂടുമ്പോ മനുഷ്യത്വം മരിക്കും. മണ്ണിനെ അറിയുന്നവനെ മനുഷ്യനെ അറിയാൻ പറ്റൂ. മണ്ണിൽ നിന്നല്ലയോ എല്ലാത്തിനും തുടക്കം. ഒടുക്കവും ആ മണ്ണിൽ തന്നെ. നാണവേ, സോഫി മോളുടെ കല്യാണം ഇപ്പം എത്തറ്റം വരെ ആയിട്ടുണ്ടാവും. താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവോ? ചെറുക്കനും കൂട്ടരും സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടാവണം. മാത്തുക്കുട്ടിച്ചായന്റെ കല്യാണം ഞാൻ ഓർക്കുക. മണവാട്ടി പെണ്ണും വീട്ടുകാരും വരാൻ വൈകിയപ്പോ അച്ചായന്റെ മുഖം വിളറിപ്പോയത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അവര് വരാൻ വൈകിയപ്പോ കാട്ടുമുക്കിലെ ചെക്കനെ വേണ്ടാന്ന് വെച്ചു സാറാക്കുട്ടി. മനസ്സ് മാറിയിട്ടുണ്ടെന്ന് ഞാൻ ശരിക്കും പേടിച്ചു പോയി. പെണ്ണ് കാണൽ കഴിഞ്ഞപ്പോ മുതല് ഞാൻ ഒരുപാട് മോഹിച്ചതല്ലയോ. കല്യാണ ദിവസം രാത്രി പേടി മാറ്റാൻ അച്ചായൻ പട്ടച്ചാരയും കുടിച്ച ഓർമ്മയില്ലയോ? ഏതോ അലവനാദികൾ അച്ചായനെ പറഞ്ഞ് പറ്റിച്ചതല്ലയോ? എന്നൊക്കെ പുകിലാന്നുണ്ടാക്കിയത് ഓർമ്മയുണ്ടോ അച്ചായന്? ഓർമ്മയുണ്ടോന്നോ? നല്ല ഓർമ്മയുണ്ട്. കാനന ഛായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അതൊക്കെ മരിച്ചാലും മറക്കുമെന്നാണേ. എന്നാലൊന്ന് മാറ്റി പിടിച്ചേക്കാം. മാനസമേ വരൂ. എന്റെ കർത്താവേ, ഛർദിക്കാനും വിടുന്നുണ്ടല്ലോ. അച്ചായൻ എന്നാ പണിയായി കാണിച്ചേ? പുതുമണവാട്ടിന്റെ അടുത്ത് ഇങ്ങനെയാണോ തോന്നേ? പേടി മാറ്റാൻ പട്ടച്ചാരം വിഴുങ്ങാൻ ആരാ പറഞ്ഞേ? പേടിയോ? എനിക്കോ? ഒരു പോടാ. എന്റെ തലയ്ക്കകത്ത് കിഡ്നി ഉണ്ട്, കിഡ്നി. ഞാൻ ആരാ മോൻ? ആ അച്ചായ സൂക്ഷിച്ച്, വഴുക്കലുണ്ട്, വീഴും. മിന്നു കെട്ടിയപ്പോ ചെറുതായിട്ടൊന്ന് ചങ്കിടിച്ചു. ഇപ്പം ഓക്കെ. എന്താ ചങ്കുറപ്പ്? നല്ല ചങ്കുറപ്പാണ്, പക്ഷെ കാല് നൽകുറയ്ക്കുന്നില്ല. അച്ചായൻ ഇതെന്നാ പറ്റി? തലയ്ക്ക് പിടിച്ചോ? ഒന്ന് പോടാ പിശാചേ. എന്റെ കാലഘട്ടം നോക്കിയേ ശരിയല്ലായോ? നോക്കൂ, ഞാൻ ഈ പട്ടാളക്കാരെ പോലെ എന്താ മതിയോ? ഓ മതിയേ. അച്ചായ ഒന്ന് പതുക്കെ. വീടെത്തി. ആരുടെ വീട്? കാലന്റെ വീട്. ജനാലിൽ കൂടി മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം. പറ്റൂ, മണവാട്ടി കൊണ്ട് കാത്തിരിക്കുകയാണല്ലോ. എന്താ തീവ്രമായി. അതിപ്പോ മണവാളിന് വേണ്ടി ഉറക്കമൊഴുകി കാത്തിരിക്കണം. ഇന്നുറങ്ങാൻ പാടില്ല, മനസ്സിലായോടെ? കാട്ടു പോട്ടെ. പൂവേ, എനിക്ക് മനസ്സിലായി, ഒന്നും മിണ്ടാതെ. മണവാളൻ മണിയറയിൽ ചെന്ന് സാറാക്കുട്ടിയുടെ ചെവിയിൽ ഉത്തമ ഗീതം ചൊല്ലിക്കൊടുക്കും.
ഞാൻ എൻ്റെ പ്രിയനുള്ളവൻ, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാക്കാം. അധികാലത്തിലേക്ക് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരികൾ തിളക്കുന്നതും പൂവിടുന്നതും നമുക്ക് കാണാം. കാണാൻ എല്ലാം കാണാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. ഓ, അച്ചായനതൊക്കെ പറയുമ്പോ എനിക്ക് കുളിരി കോരിടുന്നത് പോലെ. വേണ്ട, നീ അങ്ങനെ കുളിരി പോലും മറ്റും വേണ്ട. പുതുപ്പെണ്ണും പുതുച്ചെറുക്കനും കഴിയുന്നിടത്ത് നിനക്കെന്താടാ പോത്തെ കാര്യം? കുളിരുമ്പോഴേ ഇങ്ങോട്ട് നോക്കിയേ, പോയി പുതപ്പലടയിൽ പുതച്ചുമൂടി കൈ രണ്ടും ദേ ഇങ്ങനെ കാലിനെല്ലോട്ട് തിരി കിടന്നുറങ്ങടാ. പോടാ പോടാ, വീട്ടിൽ പോടാ. എനിക്കിത് പറ്റും. വഴിയിൽ വല്ലോ വീണ ആന ചവിട്ടിയോ പുലി കടിച്ചോ മണമാണെന്ന് കാട്ടി പോകണ്ടെന്ന് കരുതി കൂടെ പോന്നിട്ട് പാലം കടന്നില്ലയോ, ഇനി നാണൂനെ കൂരായണെന്ന് വിളിക്കാം. ഞാൻ പോവാം. ഇറങ്ങിപ്പോവാണോ നീ? നിക്കടാ അവിടെ. എന്റെ കർത്താവേ, പിന്നെയും പെടാൻ തുടങ്ങിയോ? ഇനിയിപ്പോൾ അവളോട് എന്താ മിണ്ടുക? എനിക്കാണെങ്കിൽ ഒന്നും അഴിയാനും മേലല്ലോ. കർത്താവേ, ഛർദിക്കാനും തോന്നുന്നുണ്ടല്ലോ. സാറാക്കുട്ടി, എടി സാറാക്കുട്ടി, സാറാക്കുട്ടി, നിന്നെ കാണാൻ ദുർശീല പരിധിയിലെ പുല്ലപ്പൂ. അവളിപ്പോ കാണാമറയത്തിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലയോ? ജീവിച്ചിരുന്നപ്പോൾ അവളെ പിന്നെ ഞാൻ കരയിച്ചിട്ടില്ല. എനിക്കറിയില്ലയോ അച്ചായന്റെയും കൊച്ചമ്മയുടെയും മനച്ചേർച്ച. ദിവസവും ഞങ്ങൾ കിളിമലയിൽ പോയിരിക്കും. ഒത്തിരി കിനാവ് കാണും. കിളികൾ കൂടുണ്ടാക്കുന്നത് പോലെ കുടുംബം ഉണ്ടാക്കി. സാറാക്കുട്ടി എൻ്റെ മകനെ പെറ്റു, വളർത്തി. എന്തോരം മനസ്സറിവുള്ള പെണ്ണായിരുന്നു അവള്. അവൾ ആദ്യം പോയി, എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും പോയി. ഈ വീട്ടിൽ നിന്ന് ദൈവഭയവും പോയി. നാണുവേ, എൻ്റെ മോൻ തൊമ്മിക്കുഞ്ഞ് എന്തിനാണ് മനുഷ്യന്മാർക്ക് ഭ്രാന്തുണ്ടാക്കുന്ന ഈ കഞ്ചാവ് കൃഷി നടത്തുന്നേ? കിളിമല എൻ്റെ ചങ്ക, അത് വെട്ടി എന്തിനാ അവൻ ഹാൾ പണിതത്? കാലം മാറിപ്പോയില്ലേ, അത് നമ്മളും മനസ്സിലാക്കണ്ടേ. മണ്ണിന്റെ മനസ്സറിയാത്തവന് പെണ്ണിന്റെ മനസ്സും അറിയാനൊക്കത്തില്ല. ഇഷ്ടമില്ലാതല്ലയോ എൻ്റെ സോഫി മോളിന്ന് കെട്ടാൻ പോയത്? നീ തന്നെ പറഞ്ഞാണുവേ, പെണ്ണിന്റെ കണ്ണീരിൽ നിന്ന് വേണോ പുതിയൊരു കുടുംബം തുടങ്ങാൻ? അപ്പോ സോഫി കൊച്ചിന് വേറെ ആരും ഇഷ്ടമാണെന്ന് കേട്ടത് ശരിയല്ലയോ? അവളുടെ ഇഷ്ടം എന്താണെന്ന് തൊമ്മിക്കുഞ്ഞ് ചോദിച്ചതുപോലുമില്ല. എൻ്റെ കർത്താവേ, വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന സോഫി മോളുടെ മനസ്സ് നേരെയാക്കണേ. ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞപ്പോ എന്ത് പുകില അവൻ ഉണ്ടാക്കിയത്? കൊച്ചു പേടിച്ചു വിറച്ചു പോയില്ലയോ? എന്നതാടി അസത്തെ നിന്റെ തടസ്സം? ദേ, നീ കൊമ്മിക്കുമ്പ് മഹാജീത്തയാ. പോളാന്നൊന്നും ഞാൻ നോക്കത്തില്ല. എതിര് നിന്നാ ഞാൻ കൊന്നുകളയും നിന്നെ. അപ്പച്ച, ഞാൻ പറയണൊന്ന് കേക്ക്. എന്തിനാടാ നീ ആ കൊച്ചിനെ വഴക്ക് പറയുന്നത്? മോളെ, നീ എവിടെയാ? മോളി വല്യപ്പച്ചന്റെ അടുത്തേക്ക് വായോ. അപ്പൻ ഒരാളാണ് ഇവിടെ ഇങ്ങനെ പുന്നരിച്ച് വഷളാക്കിയത്. എന്തുവാടാ പ്രശ്നം? അവിടെ ആങ്ങള അമേരിക്കയിലുള്ള നല്ലൊരു ചെറുക്കനെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നപ്പോ അവക്ക് കല്യാണം കഴിക്കണ്ടെന്ന്. എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറയൂ വല്യപ്പച്ച. ഇഷ്ടമില്ലാതെ കെട്ടിക്കുന്നത് തെറ്റല്ലയോ തൊമ്മിക്കുഞ്ഞെ? കാലാകാലം കൂടെ പൊറുക്കാനുള്ളതല്ലയോ? എന്തിന്റെ അസുഖാന്ന് എനിക്ക് അറിയാത്തതല്ല. നടക്കാൻ പോകുന്നതിന്റെ പൂതി. നക്കാപ്പിച്ച ശമ്പളം വാങ്ങണ കോളേജ് വാദ്യാരല്ലേ ഇവിടെ നോട്ടം. മലയിലെ മരം വെട്ടിയപ്പോ എനിക്കെതിരെ കൊടിയും പിടിച്ചു നടന്ന ആ തെണ്ടി, 10 പൈസയുടെ കുടുംബ സ്വത്തില്ലാത്ത എരപ്പാളി. എടാ തൊമ്മിക്കുഞ്ഞെ,
ദൈവദോഷം പറയരുത്. എന്റെ സാറാക്കുട്ടിയെ കെട്ടുമ്പോ എവിടെ ഉണ്ടായിരുന്നതാ നീ പറയുന്ന ഈ കുടുംബ സ്വത്ത്? ഇവളുടെ അമ്മച്ചി ത്രേസ്യാക്കുട്ടിയെ കെട്ടുമ്പോ എവിടെ ഉണ്ടായിരുന്നതാ നീ പറയുന്ന കുടുംബ സ്വത്ത്? മനപ്പൊരുത്തമല്ലയോടാ കാര്യം, സ്വഭാവ ഗുണമല്ലയോടാ ധനം. ഉണ്ടാണ്ടിരുന്നോളണം. ഈ വീട്ടിൽ ഞാൻ നിശ്ചയിക്കുന്ന പോലെ നടക്കത്തുള്ളൂ. വേറെ എന്തെങ്കിലും പൂതി ഉണ്ടേല് അത് മറന്നേരെ. പെണ്ണേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൂടുതൽ വാശി പിടിച്ച എന്റെ മറ്റവനുണ്ടല്ലോ, ആ കോളേജ് വാദ്യ, അവനെ തുണ്ടമായി ഞാൻ കൊക്കയിൽ കിടക്കും. വൃത്തി നുറുക്കി കൊന്നുകളെ. നാളെ സോഫിക്ക് ഇഷ്ടമുള്ള ആ ചെറുക്കനെ തൊമ്മിക്കുഞ്ഞ് കൊന്നു കളഞ്ഞിട്ടുണ്ടാവുമല്ലേടാ? അങ്ങനെ ചെയ്യുമോ? ചെയ്യത്തില്ലായിരിക്കും. എനിക്കറിയില്ലയോ, വഴിമുടക്കുന്നത് എന്തും വെട്ടിമാറ്റുന്നവനാ തൊമ്മിക്കുഞ്ഞ്. അവനത് ചെയ്തിട്ടുണ്ടാവും. അല്ലേ സോഫി മോളെ ചെക്കൻ പള്ളിയിൽ വന്ന് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകത്തില്ലായോ? തൊമ്മി അത് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവനത് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. 5-6 ദിവസം മുമ്പ് വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെ സോഫി മോൾ എന്റെ മുറിയിൽ വന്നു. വല്യപ്പച്ച, എന്താ കുഞ്ഞേ? ഒരാഴ്ച കഴിഞ്ഞ എന്റെ കല്യാണമാ. വല്യപ്പച്ചന് സന്തോഷമല്ലേ? സോഫി മോക്ക് സന്തോഷമാണെങ്കിൽ ഈ വല്യപ്പച്ചനും സന്തോഷമാണ്. അപ്പോ എനിക്ക് സങ്കടമാണല്ലോ. അത് പിന്നെ വല്യപ്പച്ചന് വല്യമ്മച്ചിയോട് സ്നേഹമല്ലായിരുന്നോ? ദേ, ആ കിളിമലയിലൊക്കെ വന്നിരുന്ന് കിനാവ് കാണലും ഒരു പാത്രത്തിൽ നിന്ന് കഴിപ്പുമൊക്കെയായി സന്തോഷമല്ലായിരുന്നോ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളപ്പോ സന്തോഷമുണ്ടാകത്തില്ലയോ? സാറാക്കുട്ടി സ്നേഹമുള്ളവളായിരുന്നു. എന്റെ സോഫി മോളെ പോലെ തന്നെ. സ്നേഹമുള്ള ആളെ തള്ളി ഒരു പരിചയമില്ലാത്ത മനുഷ്യന്റെ ഒപ്പം പോണമെന്ന് വല്യപ്പച്ചന് പറയാൻ പറ്റുമോ? എന്റെ സോഫി മോളുടെ കളിചിരികൾക്ക് ഞാൻ എന്നും കാതുവട്ടം പിടിക്കാറുണ്ട്. ഇപ്പൊ കുറെ ദിവസമായി അത് കേൾക്കുന്നില്ല. കിളിമലയിലെ കിളികൾ ചിലയ്ക്കുന്നത് കേൾക്കാൻ കൊതിക്കാറുണ്ട്. എന്നാൽ അതും ഇപ്പോൾ കേൾക്കാറില്ല. ഇതൊന്നും ശരിയല്ലെന്ന് ഈ വല്യപ്പച്ചന് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ ഈ കിളവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒന്നും. വല്യപ്പച്ച, വേദപുസ്തകത്തിൽ നിന്ന് വല്യപ്പച്ചൻ വല്യമ്മച്ചയ്ക്ക് വായിച്ചു കേൾപ്പിക്കാറില്ലേ ഉത്തമഗീതത്തിലെ വാക്യങ്ങൾ? അതൊന്ന് എനിക്ക് കേൾക്കണം. അത് വല്യപ്പച്ചൻ പറയാമോ? കേൾക്കാൻ കൊതിയായിട്ടാ വല്യപ്പച്ച, പറയാമോ? എത്ര രാവുകളിൽ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കാതുകളിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാ. പറയാം കുഞ്ഞെ, പറയാം. എൻ്റെ സുന്ദരി വന്നാലും നോക്കും, തണുപ്പുകാലം കഴിഞ്ഞു, മലയും നിലച്ചുപോയി, പൂക്കൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി, പാട്ടുകാലം വന്നെത്തി, മാടപ്രാക്കുകളുടെ കളകള ശബ്ദം നാട്ടിൽ കേട്ടു തുടങ്ങി, അത്തിക്കായ്കൾ പൂക്കുന്നു, മുന്തിരി വള്ളികൾ പൂവിടുന്നു, ഭൂമിയിലെങ്ങും പരിമളം പറക്കുന്നു. എന്റെ സുന്ദരി വന്നാലും, എന്റെ സുന്ദരി വന്നാലും. ഇത് സ്നേഹമുള്ളവർ പറയുമ്പോഴാണ് ഇതിനർത്ഥമുണ്ടാകുന്നത്. സ്നേഹമുള്ള ആള് ജീവിതകാലം മുഴുവൻ ഒപ്പം ഉണ്ടാവണമെന്നും ഇതൊക്കെ പറയണമെന്നും ഏത് പെണ്ണും ആശിച്ചു പോവില്ലേ? ഞാനും ആശിച്ചു. പക്ഷെ നടക്കില്ല വല്യപ്പച്ച, ഒന്നും നടക്കില്ല. സോഫി മോളോട് അയാൾക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടോ?
അയാള് വന്ന് വിളിച്ച പോകാൻ ധൈര്യമുണ്ടോ? അയാള് വിളിച്ചാൽ കൂടെ പോകാൻ പറ്റുമോ എന്റെ മോക്ക്? വല്യപ്പച്ച, പറയുമോളെ, അയാള് വിളിച്ച കൂടെ പോകാൻ ധൈര്യമുണ്ടോ നിനക്ക്? വേണ്ട. നിറയെ സ്നേഹം തന്ന ആ മനുഷ്യന്റെ ജീവൻ എൻ്റെ അപ്പൻ എടുക്കില്ലേ? ആ പാവത്തിനെ വെട്ടിക്കൊന്ന് എൻ്റെ അപ്പം കൊക്കയിലെറിയില്ലേ? സ്നേഹമില്ലാതെ എന്തിനാ ജീവിക്കുന്നേ? സ്നേഹമുള്ളവർ ഒന്നിച്ചു കഴിയുമ്പോളാ ഭൂമിയിൽ പൂക്കൾ വിടരുന്നേ, പറവകൾ പാടുന്നേ. ഇല്ലെങ്കിൽ പാട്ടുകാലം വരില്ല. മണ്ണിൽ പൂവിന്റെ പരിമളം വീശില്ല കുഞ്ഞേ, വീശില്ല. അച്ചായോ, ഇതെന്നാ പഴങ്കഥകൾ ഓരോന്നോർത്ത് ഉറങ്ങിപ്പോയോ? ദേ ഭയങ്കര മഴയാ, ഇടിവിട്ടും കേൾക്കാൻ മേലായോ? കോപമഴയാ, ദൈവത്തിന്റെ കോപമഴ. നോഹയുടെ കാലത്ത് ദൈവകോപത്തിലുണ്ടായ പോലത്തെ മഴ, പ്രളയമഴ. എടാ നാണുവേ, ഓ, എന്റെ സോഫി മോളിപ്പോ കേട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ സത്യം നടക്കുമായിരിക്കും. ഓ, എന്തൊരു മഴ! തീനാളം പോലല്ലയോ മണ്ണിലേക്ക് ഇടിവാൾ മിന്നിയത്? ഒക്കെയും അടയാളങ്ങളാ, ഒടയതമ്പുരാന്റെ അടയാളങ്ങൾ. കർത്താവിന്റെ രണ്ടാം വരവാ. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നടക്കുക. യൂതന്മാരുടെ രാജാവായ നസറത്തുകാരനായ ഈശോയെ പെട്ടെന്നുള്ള ആപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണേ. പള്ളിയിൽ നിന്നുള്ള കൂട്ടമണിയാണല്ലോ ആ കേൾക്കുന്നേ. എന്റെ കർത്താവേ, നീ ഒന്ന് പള്ളിയിലേക്ക് വിളിച്ചു നോക്കിക്കേ. ഒന്ന് വേഗം വിളിച്ചു നോക്കടാ. ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ കർത്താവേ. മണവാളനും മണവാട്ടിയും വന്നെന്നാ തോന്നുന്നേ. അച്ചായൻ ഇവിടെ തന്നെ ഇരിക്കണം, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓ, ഇന്നെന്താണാവോ ഇങ്ങനെ ഒരു മഴ? അല്ല, ഇതാരും പള്ളിയിലച്ഛനോ? പിള്ളേരെങ്ങ് എത്തിയില്ലച്ചോ. അച്ചായനാണ് കാത്തിരുന്ന് മുഷിഞ്ഞു. എത്ര പ്രാവശ്യമാ ഹാളിലേക്ക് എന്നെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചേ. ഈ മഴ കാരണം അത് ചത്തിരിക്കുക. ഒരു വിവരമില്ല. നാണുവേ, പിള്ളേര് വന്നോടാ? ഇല്ല ചായ, ഇത് പള്ളിയിലച്ഛനും മാറ്റുവാ. അത് നന്നായി. പിള്ളേര് വരുമ്പം കുരിശു വരച്ച് പ്രാർത്ഥിക്കണ്ടായോ? നല്ലതാ, അതൊക്കെ വളരെ നല്ലതാ. നാണുവേ, അച്ഛനോട് എൻ്റെ അടുത്തേക്കൊന്ന് വരാൻ പറഞ്ഞാട്ടെ. വാ അച്ചോ, അങ്ങോട്ട് പോവാം. നാണു നിന്നെ, എനിക്ക് നാണോട് കാര്യം പറയുവാനുണ്ട്. നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. മാത്തുക്കുട്ടിച്ചായനെ ഞാൻ പിന്നീട് കണ്ടോളാം. എന്നതാ അച്ഛാ കാര്യം? നാണു, എന്നാ അച്ഛാ, വല്ല കുഴപ്പവും? ഒരു വലിയ ദുരന്തം നടന്നു. ആ, കർത്താവിൻ്റെ ഹിതമായിരിക്കാം. വളച്ചു കെട്ടാതെ കാര്യം പറയിച്ചു. കല്യാണം കഴിഞ്ഞ് വെണ്ണമന്ത്രോടെ അണിയുവാൻ ഹാളിൻ്റെ കിഴക്ക് വശത്തെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയപ്പോഴാണ് മഴ ശക്തമായത്. ഞങ്ങളൊക്കെ പള്ളിയിൽ ഹാളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. തുമ്മിക്കുഞ്ഞും മറ്റും നേരത്തെ ഹാളിലേക്ക് പോയിരുന്നു. മറ്റുള്ളവർ മഴ തോരാനായിട്ട് പള്ളിയിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാ സംഭവം. സോഫിമോക്ക് എന്തെങ്കിലും? ഓർക്കുമ്പോൾ എൻ്റെ മേലാകത്തിരിക്കുന്നു. നടക്കുന്ന സംഭവങ്ങൾ പള്ളിമേടയിൽ നിന്ന് ഞാൻ കാണുകയായിരുന്നു. കിളിമലയുടെ മേളിൽ നിന്ന് ഒരു വലിയ പാറക്കഷ്ണം അത് വിടർന്ന് കീഴോട്ട് വരുന്നു. ഒപ്പം മലവെള്ളപ്പാച്ചിൽ
മണ്ണും ചേളിയും പാറയും ശക്തമായ ഇടിമുഴക്കുമ്പോൾ അതങ്ങനെ കുത്തിയൊലിച്ച് വരികയായിരുന്നു. ഹോ, ഒക്കെ ഈ 4-5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. താഴത്തെ തുമ്മിക്കുഞ്ഞിന്റെ ഹാളം കാണാതായി. എന്റെ ഗുരുവായൂരപ്പ. ശവക്കുഴി മണ്ണിട്ട് മൂടുന്ന പോലെ ഹാളിന്റെ മേലെ മണ്ണും കല്ലും വന്ന് മൂടി. തുമ്മിക്കുഞ്ഞിനും കുടുംബത്തിനും എന്നതാ അച്ഛാ സംഭവിച്ചത്? ഫയർഫോഴ്സുകാർ പുറപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരും രക്ഷാപ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ട്. മഴ കാരണം ഒന്നും പറ്റുന്നില്ല. ഹാളിന്റെ ആ കിഴക്ക് വശത്ത് അത്രയേറെ മണ്ണ് വീണിട്ടില്ല. പക്ഷേ ആളുകൾക്ക് പേടി, ഇനിയും മല ഇടിഞ്ഞാലോ. മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് സംഭവിച്ചു കൊടുന്നില്ല. എന്റെ ഈശ്വര. 3-4 ഡെഡ് ബോഡി കിട്ടി. 2 തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പിന്നെയുള്ളത് തുമ്മിക്കുഞ്ഞിന്റെയും ഭാര്യയുടെയും. അവര് മരിച്ചു. ഏതാണ്ട് മണ്ണിട്ട് മൂടിയതുപോലെ. എന്റെ ദൈവമേ. നാടുവേ, അച്ഛനെന്താടാ വരാത്തെ? എന്നെ കാണാതെ തിരിച്ചു പോയോ? എന്തൊരു ദുർവിധിയായത് എന്റെ ഭഗവാനെ. ഒക്കെ മുകളിലുള്ളൊരു തീരുമാനമായിരിക്കും. കാണാതായവർ ഒത്തിരി പേരുണ്ട്. സംഭവം നടക്കുമ്പോൾ 19 പേരെങ്കിലും ഹാളിൽ കാണും. അപ്പോ അത്രയും പേര് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊരു നിശ്ചയമില്ലതാണവേ. ഈ നാട് മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുക. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പെട്ടിട്ടുണ്ടോ എന്ന് വേവലാതിപ്പെട്ടു. മരിച്ചു എന്ന രീതിയിലരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞുവെന്ന് മാത്രം. മാത്തുക്കുട്ടിച്ചായനോട് ഇതെങ്ങനെ പറയും? ഇപ്പൊ പറയണോ? പറയാണ്ടിരുന്നാൽ എങ്ങനെയാ? പറയാല്ലേ? പറയാം. പക്ഷെ ആര് പറയും? എങ്ങനെ പറയും? എന്നാ പറയണ്ട. ഇനി ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു വന്നാൽ അതൊരാശ്വാസമാകുമല്ലോ. കാണാതായവരുടെ അവസ്ഥ കൃത്യമായി അറിയട്ടെ, എന്നിട്ട് പറയാം. പെണ്ണും ചെറുക്കനും വരാതാകുമ്പോ എന്ത് ന്യായം പറയൂ വെച്ചു? അതിപ്പോ മഴ തീർന്നിട്ടേ വരുള്ളൂ എന്ന് പറയാം. മഴ തീരുമ്പോഴോ? അപ്പോ വേറെന്തെങ്കിലും പറയണം. എപ്പോഴെങ്കിലും പറയണ്ടായോ? എന്തെങ്കിലും ഒരു വഴി ഭർത്താവ് കാണിക്കുമായിരിക്കും. അച്ചോ, നാണുവേ, ഒന്നിങ്ങോട്ട് വായോ. എന്തിനാ ഇത്രയധികം ആളുകൾ വീട്ടിൽ കയറി വരുന്നേ? ആരാ ഇവരൊക്കെ? എന്താ കാര്യം? നാണുവേ, നാണുവേ. എങ്ങനെയാ മാത്തുക്കുട്ടിച്ചാരോട് പറഞ്ഞു നിൽക്കുക? എനിക്കറിയാൻ എന്റെ ഗുരുവായൂരപ്പ. കല്യാണത്തിന് സന്തോഷം നിറയേണ്ട വീടിപ്പോ മരണ വീടായി. മരിച്ചവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ച മാത്തുക്കുട്ടിച്ചാന് സംശയമാകും. പള്ളിയിലിപ്പോ പ്രാർത്ഥന തുടങ്ങിക്കാണും. എന്തായാലും നമുക്ക് മാത്തുക്കുട്ടിച്ചായന്റെ അടുത്തേക്ക് പോവാം. എന്താ അച്ചു മൗനമായിട്ടിരിക്കുന്നേ? ഒന്നുമില്ല മാത്തുക്കുട്ടിച്ചായ, ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ണ് കാണാൻ മേലാത്ത എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലെന്നായിരിക്കും അച്ഛൻ വിചാരിക്കുന്നേ. ഒക്കെ എനിക്ക് മനക്കണ്ണുകൊണ്ട് കാണാൻ വച്ചോ. സോഫി മോളുടെ വിവാഹ കൂതാശ മുഴുവൻ ഞാൻ കണ്ടു. ദേ, അവള് മന്ത്രകോടിയൊക്കെ മാറി മണവാളനുമായി വന്ന് ഈ വല്യപ്പച്ചൻ്റെ അനുഗ്രഹം തേടും. മഴയൊന്ന് തീർന്നോട്ടെ, അവളെത്തും. അല്ലയോടാ നാണുവേ? നാണുവേ, നീ ആ ഫോൺ എടുത്ത് ഹാളിലോട്ടൊന്ന് വിളിച്ച് തിരക്കിയാട്ടെ. വേഗം. മഴ കാരണം ഫോൺ കിട്ടുന്നില്ല ചായ. എത്ര നേരമായി മഴ ഇങ്ങനെ തീരാതെ പെയ്യുന്നു. പിന്നെ അച്ചു, സോഫി മോൾക്ക് ഞാനൊരു സമ്മാനം കരുതി വച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? എത്ര കാലമായി ഞാൻ കരുതി വെച്ചതാണെന്നോ? എൻ്റെ സാറാക്കുട്ടിയുടെ മാല. ആരും എന്താ ഒന്നും മിണ്ടാത്തേ? ആരാ അവിടെ നിന്നും കരയുന്നേ? അച്ചോ, എന്റെ മുറിയിൽ എന്താ ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങുന്നേ? എന്താ അച്ചോ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അത് പിന്നെ എൻ്റെ കർത്താവേ, എന്ത് പറയാൻ.
അച്ചോ ഇത്? എന്താ നാണു ഇത്? ആംബുലൻസിന് ശബ്ദമല്ലയോ? അങ്ങോട്ട് കാറിലാണല്ലോ പുറപ്പെട്ടത്. എന്തുവാ ഇപ്പൊ ആംബുലൻസ് വരുന്നേ? എന്താ ഇതൊക്കെ? എന്തുവാ ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് ഉമ്മറത്തേക്ക് പോണം. എടാ നാണുവേ, എന്നെ ഒന്ന് പിടിച്ചേടാ. ആരാ വന്നേ? ആരാ വന്നേ? എന്തിനാ വന്നേ? തൊമ്മിക്കുഞ്ഞേ, തൊമ്മിക്കുഞ്ഞേ, നീ വന്നോടാ. എവിടെടാ എന്റെ പിള്ളേര്? എവിടെടാ എന്റെ സോഫി മോള്? എന്തിനാ ഈ ആംബുലൻസ്? ആർക്കാ ഇവിടെ അസുഖം? നാണുവേ, എടാ നാണുവേ, നീയെങ്കിലും ഒന്ന് പറഞ്ഞു താടാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മാത്തുക്കുട്ടി അച്ഛ, കിളിമല നമ്മളെ ചതിച്ചു. എന്താ എല്ലാവരും പൊട്ടം കളിക്കുന്നേ? ഈ വീട്ടിൽ നിന്ന് കല്യാണത്തിന് ഇറങ്ങിയിട്ട് 8-10 മണിക്കൂറായില്ലയോ? പെണ്ണും ചെറുക്കനും മറ്റുള്ളവരും ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് പൊട്ടം കളിക്കുമല്ലായിരുന്നോ? എന്താ നടന്നേ? അച്ഛനെങ്ങനൊന്ന് പറയാച്ചോ? കർത്താവ് മാത്തുക്കുട്ടിച്ചായൻ ഇതൊക്കെ താങ്ങാനുള്ള ശക്തി തരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വളച്ചു കെട്ടാതെ എന്താ കാര്യമൊന്ന് പറയച്ചോ? ഒന്ന് പറയച്ചോ? അറിയാഞ്ഞിട്ടാണ് നെഞ്ചു പൊട്ടുക. ഒന്ന് പറയച്ചോ? കിളിമലയുടെ താഴെ നമ്മുടെ പുതിയ ഹാളിലേക്ക് മലയിടിഞ്ഞു വീണു. കർത്താവേ! മഴ ചതിച്ചു, ഭൂമി ചതിച്ചു. കല്ലാത്തിനെത്തിയ 10-60 പേരെ ജീവനോടെ മണ്ണ് മൂടിക്കളഞ്ഞു. സോഫി മോളെ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. എന്റെ പൊന്നു മോളെ! ബാക്കിയുള്ളവരുടെ ശവശരീരങ്ങളാ ദേ ഇപ്പൊ കൊണ്ടുവന്നേ. എന്റെ സോഫി മോൾ എന്തിയേ? ചായ അത് സോഫി മോള്. സോഫി മോളെ കണ്ടെത്താനായിട്ടില്ല. മോള് വേഷം മാറാൻ പോയ മുറിയുടെ മേൽ മണ്ണങ്ങനെ വീണിട്ടുമില്ല. സോഫി മോൾക്കൊന്നും പറ്റാനിടയില്ല. പിന്നെ എന്തിനാ ചോ ഈ അമാത്തം? എന്റെ സോഫി മോളെ എങ്കിലും എനിക്ക് വേണം. ആരുമില്ലയോടാ ഇവിടെ എന്റെ സോഫി മോളെ ഒന്ന് രക്ഷപ്പെടുത്താൻ? രക്ഷാപ്രവർത്തനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ മഴ കാരണം നേരെ ചുവയൊന്നും നടക്കുന്നില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇനി മലയും മണ്ണും ഇടിയാതിരുന്നാൽ മതിയായിരുന്നു. എടാ നാണുവേ, വണ്ടി ഇറക്കാൻ പറയടാ. നാട്ടുകാർക്കും മലയിടിയൊന്ന് പേടിയാണെങ്കിൽ ഈ മാത്തുക്കുട്ടി പോയി രക്ഷിക്കും എന്റെ സോഫി മോളെ. മാത്തുക്കുട്ടിച്ചായ വേണ്ട, വേണ്ട മാത്തുക്കുട്ടിച്ചായ. വിടടാ എന്റെ കയ്യിന്ന്, വിടാൻ. നിനക്ക് പേടിയാണേ, നീ വരണ്ട, ആരും വരണ്ട. ഞാൻ പോയി രക്ഷിക്കും എന്റെ സോഫി മോളെ. മാത്തുക്കുട്ടിച്ചായ വേണ്ട, എന്റെ സോഫി മോളെ ഞാൻ പോയി രക്ഷിക്കും. ലൈൻ ശരിയായി. ഹലോ, ആരാ? എന്റെ ഗുരുവായൂരപ്പ, എനിക്കിത് വിശ്വസിക്കാൻ മേല. മോളിത് എവിടുന്ന? ആരാന്നാണു? എന്താ കാര്യം? ഹാളിലെ കിഴക്കേ മുറിന്ന് സോഫി മോളാ. ഡാ സണ്ണി, ചീപ്പെടുത്ത് വേഗം കിളിമലയിലോട്ട് പോ. ഫയർഫോഴ്സിനോട് വേഗം വിവരം പറ. സോഫിയെ രക്ഷിക്കാൻ പറ. വേഗം പോ, വേഗം. മാത്തുക്കുട്ടിച്ചായ, സോഫി കുഞ്ഞ് ഫോണില്. അച്ചായന്റെ സോഫി. എവിടെ എവിടെ എന്റെ സോഫി മോള്? എവിടെയാടാ ഫോൺ? എനിക്കൊന്ന് തന്നേ. ഞാൻ പിടിക്കാം, തട്ടി വീഴല്ലേ. എവിടെ ഫോൺ? എവിടെ എന്റെ സോഫി മോൾ? സോഫി മോളെ കുടിച്ചായ ധൃതി പിടിക്കാതെ, ഞാനിവിടെ എത്തിക്കാം. നാണുവേ, നീ ഒന്ന് അച്ചായനെ പിടിച്ചേ. അച്ചായൻ മോളോട് സംസാരിക്കട്ടെ. അച്ചായൻ തിരക്ക് കൂട്ടണ്ട. സോഫി മോക്ക് ഒരു കുഴപ്പമില്ല. നീ ആ ഫോണിങ് തന്നേ. മോളെ, മോളെ. ഹലോ, ഹലോ മോളെ, ഇത് നിന്റെ വല്യപ്പച്ചനാ. എന്റെ സോഫി മോളെ, നീ ഒന്ന് മിണ്ടിക്കേ. മോളെ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. പൊന്നുമോളെ, എന്റെ പൊന്നുമോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്റെ പൊന്നുമോക്ക്? ഇവിടെ ഇതെന്നാ പറ്റിയത്? ചെളിയും മണ്ണും ഭയങ്കര ശബ്ദവും. ഞാനിവിടെ മുറി തുറക്കാൻ വല്ല
വല്യപ്പച്ച. പുറത്ത് മഴയും ആൾക്കാരുടെ നിലവിളിയും ബഹളവും. ഞാനിവിടെ കുടുങ്ങിയിരിക്കും വല്യപ്പച്ച. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്താ പറ്റിയത്? മോളെ, നമ്മുടെ കിളിമലയ്ക്ക് എന്നാ പറ്റി വല്യപ്പച്ച? കിളിമല ചതിച്ചു എന്നാ എല്ലാരും പറയണേ. കിളിമല ഇടിഞ്ഞു പോയി മോളെ, കിളിമല ഇടിഞ്ഞു പോയി. എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ ആരും എന്താ വരാത്ത വല്യപ്പച്ച? വരും മോളെ, എല്ലാവർക്കും പേടിയാ. ഇനിയും മല ഇടിയോന്ന് പേടിയാ വല്യപ്പച്ച. പക്ഷേ മഴ നിന്നില്ലേ? ഇനി വരും മോളെ. മോളെ രക്ഷപ്പെടുത്താൻ ആളിപ്പോ വരും. വേഗം വരാൻ പറ വല്യപ്പച്ച. ഇവിടെ വായും വെളിച്ചം കുറഞ്ഞു വരിക. തപ്പി ചെന്നപ്പോഴാ ഫോൺ കിട്ടിയ. എത്ര മണിക്കൂറായിരുന്നു ഞാൻ ശ്രമിക്കുന്നത്. എന്തായാലും കിട്ടിയില്ലോ. എന്റെ വല്യപ്പച്ചന്റെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ലോ. വല്യപ്പച്ച, മല ഇടിഞ്ഞാർക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല മോളെ, ഒന്നും പറ്റിയിട്ടില്ല. മോളെ രക്ഷപ്പെട്ട് പെട്ടെന്നിങ്ങി വാ. വല്യപ്പച്ചൻ കരയാതെ. ഇപ്പൊ ആൾക്കാരും എത്തില്ലേ? സോഫിമോൾ വരുന്നേ. വല്യപ്പച്ചനെ തനിച്ചാക്കിട്ട് ഈ സോഫിമോൾ എവിടെ പോവാനാ? സോഫിമോൾ അധികം വൈകാതെ തന്നെ. ഹലോ ഹലോ ഹലോ, പോയി അച്ചു, ഫോൺ പോയി. എന്റെ മോള്. ഇങ്ങോട്ട് തന്നേ, ഞാനങ്ങോട്ട് ഡയൽ ചെയ്ത് നോക്കാം. ഓ, കിട്ടുന്നില്ലല്ലോ. അച്ചു, ഫോൺ വെച്ചേര്. അവൾ വിളിക്കും, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു വരും. എനിക്ക് ഉറപ്പാ. കണ്ടില്ലേ, മഴ നിലച്ചു. ഇനി എന്റെ മോള് രക്ഷപ്പെട്ടു വരും. ആ, ഞാൻ പറഞ്ഞില്ലേ അവള് വിളിക്കൂന്ന്. അച്ഛൻ ആ ഫോൺ ഒന്ന് എടുത്തേ. ഹലോ, ആര്? എന്താ പറ്റിയത്? എന്റെ സോഫിമോൾ അല്ലയോ അത്? ദൈവമേ, എന്നതാ അച്ചു? ആണോ? മാത്തുകുട്ടിച്ചാരങ്ങ് മാറ്റി നിർത്തിട്ടോ. അച്ചായും വന്നേ. എന്റെ മോളല്ലേ അത്? വാ അച്ചായ, പറയട്ടെ. ഹലോ, തൊട്ടു മുമ്പേ വിളിച്ചതായിരുന്നു. സംസാരിച്ചു. ദൈവഗീതം എന്നല്ലാതെ എന്തു പറയാൻ. എന്നാലും ഇങ്ങനെ വലിയ ഇഷ്ടമായിരുന്നു ഭർത്താവേ. എന്നതാ അച്ചു? ആരാ വിളിച്ചേ? സോഫിമോളാണോ? പള്ളിമേടയിൽ നിന്ന് കപ്പികാരൂല വിളിച്ചതാ. എന്നതാ? എന്താ പറ്റിയത്? എന്തോ പന്തികേടുണ്ടല്ലോ. മല പിന്നെ ഇടിഞ്ഞു, കുറെ കൂടി ശക്തിയിൽ. ദൈവമേ, ഹാളിന്റെ കിഴക്കേ മുരുടെ മേലെ ഒന്നും ബാക്കിയുണ്ടാവില്ലെന്നാ പൗലോ പറഞ്ഞത്. കുറച്ച് ഫയർഫോഴ്സുകാരും ആവർത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോ സോഫി കുഞ്ഞ് കേട്ടില്ലേ? കൂട്ടാമണി, ദൈവം മടക്കി വിളിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ ഗുരുവായൂരപ്പാ. മാത്തിക്കുട്ടിച്ചായനവിടെ ദേ അകത്തിരുന്ന് മോള് വരുമെന്ന് പറഞ്ഞ് മഴ നിലച്ചു. പൂവുകൾ മണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പാട്ടുകാലം വന്നെത്തി. കിളിമലയിൽ കിളികളുടെ ശബ്ദം കേട്ടു തുടങ്ങി. ഭൂമിയിൽ പൂക്കളുടെ പരിമളം പരന്നു തുടങ്ങി. ഇപ്പോ എന്റെ സോഫി മോള് വരും. ഈ അന്ധന് കാഴ്ചയുമായി എന്റെ മോള് വരും. ഞാനും അവളും ചേർന്ന് കിളിമലയിൽ മരങ്ങൾ നടും, കാടുണ്ടാക്കും, കിളികൾക്ക് വീടൊരുക്കും. അപ്പോ മല വിങ്ങിപ്പൊട്ടില്ല, മനുഷ്യരാരും ചാവൂല. അവള് വരും, എന്റെ സോഫി മോള് വരും.
സകൃതഗിരി കലാസ്നേഹികളെ, ആദ്യമായി വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഹാർദവമായി ആശംസിച്ചുകൊള്ളുന്നു. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഡോക്ടർ CJN ജോണിന്റെ ചെറുകഥയെ ആസ്പദമാക്കി പോട്ടാഡോൺ രംഗവേദി അവതരിപ്പിക്കുന്ന ഈ മഴ തോരുകില്ല എന്ന ഈ നാടകം അടുത്ത ഒരു രംഗത്തോടു കൂടി ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്നിവിടെ ഞാൻ ഈ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള വേദി ഒരുക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരി അച്ഛനും മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കുമുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മാത്തുക്കുട്ടി ചായൻ, ജെയ്സൺ ജോസഫ്, സോഫി ആൻഡ് മരിയ, നാണു, രതീഷ് നെടുങ്കണ്ടം, തൊമ്മിക്കുഞ്ഞ്, ബൈജു മാളിയേക്കൽ, വികാരിയച്ഛൻ ജോസ് കുടക്കച്ചിറ, മാത്തുക്കുട്ടിയുടെ ബാല്യകാലം മെജോ നെടുങ്കണ്ടം, നാണുവിന്റെ ബാല്യകാലം നിതിൻ കൽപ്പറ്റ, സണ്ണി സിജോ വഴുത്തല, ബാബു ജെയ്സൺ കടുതുരുത്തി, കുഞ്ഞപ്പൻ അലൻ ജോസ്. സാങ്കേതിക സഹായം ലാൽജൻ ജോസഫ്, അഞ്ജു ഷേസ്, വിഷ്ണു കുര്യൻ. ഞങ്ങൾക്ക് ആവശ്യമായ ശബ്ദവും വെളിച്ചവും എന്നുള്ളത് നൽകിക്കൊണ്ടിരിക്കുന്നത് ജയം സൗണ്ട്സ് പോട്ടാഡൗൺ. ശബ്ദവും വെളിച്ചവും നിയന്ത്രിക്കുന്നത് ജോജോ മാത്യു, ജോൺ മാണിയേക്കൽ. വസ്ത്രാലങ്കാരവും മേക്കപ്പും അനുപ്രിയ ജോസ്, എറിൻ ലാലിച്ചൻ. ഈ നാടകത്തിന്റെ ബുക്കിങ്ങിനായി ബന്ധപ്പെടുക ബൈജു മാളിയേക്കൽ, രതീഷ് നെടുങ്കണ്ടം. ചെറുകഥ ഡോക്ടർ CJN ജോൺ. എഡിറ്റിംഗ് ആൻഡ് മിക്സിംഗ്, നാടക ആവിഷ്കരണം, തിരക്കഥ, സംഭാഷണം, സംവിധാനം ജെയ്സൺ ജോസഫ്. നിന്നിൽ നിന്നു ഞാൻ ഇവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ട് മൂടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നു നീ. പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നെവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി എന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലും നീ. മത്തുക്കുട്ടി ചായ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സ്വീകരണങ്ങളിൽ എല്ലാവരുടെയും മൃതദേഹങ്ങൾ കടത്തിയിരിക്കുക. അച്ഛൻ വാ, നമുക്ക് അങ്ങോട്ട് പോകാം. എന്റെ പൊന്നച്ചായനെ ഞാൻ കൊണ്ടുപോകും. ദയവടി ഇതിൽ പിടിക്കച്ച. പതുക്കെ പതുക്കെ. ദാ ഇവിടെ ഇവിടെ ഇത് തൊപ്പിക്കുഞ്ഞിന്റെ. നാടുവേ, ഇതെന്റെ മോൻ തന്നെയാണോടാ നാടുവേ? ഇതെന്നെ അച്ഛോ ഇവരൊന്നും മിണ്ടാതിരിക്കുന്നേ? ഇതെന്റെ തൊമ്മിക്കുഞ്ഞ് തന്നെയാണോ? തൊമ്മിക്കുഞ്ഞാണേൽ ഇവൻ എന്റെ മോനാ, എന്റെ മോനാ. ഇതെന്നെ അച്ഛോ ഇവൻ മിണ്ടാതിരിക്കുന്നേ? ഇവന് തന്നെ പറ്റി? അച്ഛോ, ഇട നാണുവേ, എന്നെ ഒന്ന് ഇരുത്തിക്കേടാ. ഇതെന്റെ മോൻ തൊമ്മിക്കുഞ്ഞ് തന്നെയാണോ എന്ന് ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. മീശയുണ്ട്, ചെറിയ കഷണ്ടിയുമുണ്ട്. ചെറുപ്പത്തിൽ വീണ് മുറിഞ്ഞപ്പോ
നെറ്റിയിൽ വീണ പാടുമുണ്ട്. ഇതെന്റെ തൊമ്മിക്കുഞ്ഞ് തന്നെയാ, എന്റെ തൊമ്മി തന്നെയാ. സമാധാനിക്കും മാത്തുക്കുട്ടിച്ചായ. ഇതെന്താ അച്ചു ഇവനിങ്ങനെ മുഖം കയറ്റിപ്പിടിച്ചേക്കുന്നേ? ഞാൻ മറന്നു. കാലത്ത് എന്നോട് പിണങ്ങിപ്പോയതല്ലയോ, അതിനോടുള്ള കറവ് കൊണ്ട് മുഖം കയറ്റിപ്പിടിച്ചേക്കുന്നതായിരിക്കും. നമ്മുടെ തൊമ്മിക്കുഞ്ഞ് മരിച്ചുപോയ താനാണോ? തോന്നിവാസം പറഞ്ഞാൽ നിന്റെ കർണക്കുറ്റി ഞാൻ അടിച്ചു പൊളിക്കും. എന്റെ തൊമ്മിക്കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. അവനെ കുറ്റം പറഞ്ഞാൽ അവൻ എണീറ്റ് എന്നെ ചീത്ത പറയുന്നത് കാണണോടാന്നാണോ നിനക്ക്? എടാ കയ്യിന്ന് വിടറാ തൊമ്മിക്കുഞ്ഞേ. എടാ താൻ തോന്നി കിളിമരയുടെ ചങ്ക് തുറന്നില്ലേ നീ? അവനൊന്ന് ഇരുത്തി മുള്ളിയില്ലേന്നാണോ? നീ കേട്ടില്ലേ? മലമടക്കിൽ കാട് വെട്ടുന്നതും കഞ്ചാവ് കൃഷി ചെയ്യുന്നതും തെറ്റല്ലയോടാ? അവൻ പിന്നെയും മൂളുന്നു അല്ലേ അച്ചോ? എടാ ആ വാദ്യാടി ചെറുക്കന് സോഫി മോളെ കെട്ടിച്ചു കൊടുക്കായിരുന്നത് എന്താടാ? എന്ത് ചെയ്തടാ ആ ചെറുക്കനെ നീ? എണീറ്റ് ചെറുത്താനെ പോലെ ഒന്ന് തുള്ളടാ, തുള്ളാൻ. മാത്തുക്കുട്ടിച്ചായ വരെ എണീക്ക്. അച്ചു, അച്ഛന് ബൈബിളിലെ ഉപധ്യാവിന്റെ പുസ്തകത്തിലെ വചനം ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞ് ഞാനൊന്ന് കേൾക്കട്ടെ. ബാധ്യാവിന്റെ പുസ്തകം. നീ ചെയ്തതിനൊക്കെയും ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ വന്നു പതിക്കും. നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കും. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങളിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ താഴെ ഇറക്കും. എല്ലായിടത്തുനിന്നും താഴെ ഇറക്കില്ലോ എന്റെ ദൈവമേ. ഇവനെന്താച്ചോ ഇപ്പൊ എന്നെ തെറി വിളിക്കാത്ത? തൊമ്മിക്കുഞ്ഞേ, നീ അപ്പനോടൊന്ന് വഴക്കുണ്ടാക്കടാ. നിന്റെ അപ്പനെ ഒന്ന് തെറി വിളിക്കടാ. നിന്റെ തന്തയെ പൊളിച്ച ചീത്ത വിളിക്കടാ. നിന്നോടാ പറഞ്ഞേ. അവനിനി എണീക്കുവല്ല അല്ലയോ അച്ഛാ? എന്റെ മോൻ മരിച്ചുപോയി അല്ലയോ? ഇന്ന് കാലത്തെ വീട്ടിൽ നിന്ന് മോളെ കെട്ടിക്കാൻ ഇറങ്ങിയതാ എന്റെ മോൻ. എന്നിട്ട് തിരിച്ചു വന്നേക്കുന്നത് കണ്ടില്ലേ? എടാ തൊമ്മിക്കുഞ്ഞേ, എവിടെടാ എന്റെ സോഫി മോള്? പറയടാ, എവിടെടാ എന്റെ സോഫി മോൾ? എടാ നാണുവേ, എന്താടാ ഇതൊക്കെ? കിളിമലയിലെ കുടുംബത്തിലെ മക്കളെയും മരുമക്കളെയും പിള്ളേരെയും ഒക്കത്തിനെയും ഒരേ തമ്പുരാൻ കൊണ്ടുപോയില്ലേ? ഈ മാത്തുക്കുട്ടിയുടെ വംശം മുടിഞ്ഞു പോയില്ലേടാ, മുടിഞ്ഞു പോയില്ലേ? മാത്തുക്കുട്ടിച്ചാൻ സമാധാനപ്പെട്. കർത്താവ് വിളിച്ചൊരു ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എടാ തൊമ്മിക്കുഞ്ഞെ, പള്ളിയിലോട്ട് ഞാനും കൂടി വരാന്ന് പറഞ്ഞ് കെഞ്ചിയതല്ലേടാ? ഇവ കണ്ണിച്ചോരയില്ലാത്തവനെ ഞാൻ വരുന്നതിന് എന്തിനാടാ തടസ്സം നിന്നേ? ചാകുമ്പോ പോലും കൂടെ കൂട്ടാൻ പറ്റാത്ത മഹാഭാവിയാണോടാ ഞാൻ? പറയണത്തും കുഞ്ഞെ, ചാവുമ്പോ പോലും കൂടെ കൂട്ടാൻ കൊള്ളാത്ത മഹാഭാവിയാണോടാ ഈ ഞാൻ? ഈ മഴ തോരുകില്ല, എന്നോർമകൾ പോലെ ഒരു തീരാനോവ് പോൽ. ഈ മഴ തോരുകില്ല. എന്റെ കർത്താവേ, വല്ല മാറാരോഗം തന്നോ അപകടത്തിൽപ്പെടുത്തിയോ എന്നെ കൂടി ഒന്ന് വിളിക്കാമല്ലേ? അന്തിമ വിധിക്ക്
മുമ്പ്